ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 55 പോർട്ടലിൻ്റെയും 8-ാം തീയതി വരുന്ന ന്യൂ മൂണിൻ്റെയും എനർജീസ് മനസ്സിലാക്കാം. പോർട്ടൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോസ്മിക് എനർജീസുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റ് ആവാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഹീലിംഗ് വളരെ വേഗത്തിൽ, അതായത് നോർമൽ ഒരു കാലയളവിനേക്കാളും കുറച്ചുകൂടെ വേഗത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെയാണ് ന്യൂ മൂണിൻ്റെ സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള പല അൺഹീൽഡ് ഇഷ്യൂസും സർഫേസിൽ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടും നമ്മൾക്ക് ഹീലിംഗ് തന്നെയാണ് ശരിക്കും നടക്കുന്നത്. എന്നാൽ പലപ്പോഴും ബാലൻസ് ആവുന്നോടം വരെ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ഹെവിനെസ് ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കും നോർമലായിട്ട് സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക്. ഇപ്പോൾ തരുന്ന ഈ ഒരു എനർജി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. അപ്പോൾ 55 പോർട്ടലിനെ കുറിച്ച് പറഞ്ഞു തരാം. 5 എന്ന നമ്പർ, മാസ്റ്റർ നമ്പറിൻ്റെ മീനിങ് തന്നെ ചേഞ്ച് എന്നാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 55 പോർട്ടൽ എന്ന് പറയുന്നത് ചേഞ്ചിൻ്റെ ഒരു സമയമാണ്. മാനിഫെസ്റ്റേഷൻ്റെ പവർ കൂടുന്ന ഒരു സമയമാണ്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു സമയമാണ്. എനർജീസ് ഭയങ്കരമായിട്ടും ഷിഫ്റ്റ് ആവുന്ന ഒരു സമയമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ ഈ ഒരു 55 പോർട്ടൽ ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ് ട്വിൻ ഫ്ലെയിംസിന്. അതായത് 2024 എന്ന് പറയുന്നത് TF ജേർണിയിൽ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. ഇതിനു മുമ്പ് തന്നെ ഈ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പല കണക്ഷൻസിലും പല ജേർണീസിലും കാർമിക് ക്ലിയറൻസിൻ്റെ ഒക്കെ ഒരു സമയമാണ്. കാർമിക് സൈക്കിളിൻ്റെ എൻഡിങ് ഒക്കെ വരുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 55 പോർട്ടൽ തൊട്ട് മെയ് തൊട്ട് കാർമിക് ക്ലിയറൻസ് നടക്കാൻ പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലിയറൻസ് എൻഡ് ആവാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഒരു പോർട്ടൽ. നമ്മളുടെ തിങ്കിങ് പാറ്റേൺസിനുള്ള ഓൾഡ് ബിലീഫിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടലായിരിക്കും ഇത്. അപ്പോൾ ആ ഒരു പഴയ എനർജീസിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണല്ലോ പുതിയ എനർജീസ് വരുന്നത്. പുതിയ എനർജീസ് ഇൻ ദ സെൻസ് അത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസിലാവാം, ഫൈനാൻഷ്യൽ കണ്ടീഷൻസിലാവാം, ജോലിയിലാവാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്സിലും ആവാം. കളക്റ്റീവായിട്ടുള്ള എനർജി അപ്ഡേറ്റ് ആണ്. ഇനീഷ്യലായിട്ട് ഈ ജേർണിയിലേക്ക് വന്നവർ, അതായത് കഴിഞ്ഞ മെയ് തൊട്ട് ഇങ്ങോട്ട് ഒരു വർഷം ഓൾമോസ്റ്റ് ആവുന്നു, ഈ ഒരു ജേർണിയിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു 6-8 മാസമായിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റിൽ വളരെയധികം ഹെവിനെസ് ഫീൽ ആവുന്ന ഒരു സമയമാണ്. അൺഹീൽഡ് ഇഷ്യൂസൊക്കെയും സർഫേസിൽ വരുന്ന സമയം, കാർമിക് ട്രിഗേഴ്സ് നന്നായിട്ട് കിട്ടുന്ന ഒരു സമയമാണിത്. കാരണം ആ ഒരു ഓൾഡ് ബിലീഫ് സിസ്റ്റത്തിനെ നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ലെസൺസ് പഠിച്ചിട്ട് മുമ്പോട്ട് പോവുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മളുടെ സർഫേസിൽ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെയും ഈ ഒരു അൺഹീൽഡ് വേർഷൻ നമ്മളുടെ സർഫേസിലേക്ക് വരുന്നത് കൊണ്ട് തന്നെയും കൂടുതലായിട്ടും പേർജിങ് നടക്കുന്ന സമയമാണ്. പേർജിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു സോൾ ക്രൈയിങ് ആണ്. ശരിക്കും നമ്മൾ എന്തിനാണ് കരയുന്നതൊന്നും അറിയില്ല. ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്ന ഒരു സമയം, ആങ്സൈറ്റി ഒക്കെ അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതേസമയം തന്നെ ഈ ജേർണിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇതുവരെ കുറേ കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വന്നെങ്കിലും നമ്മൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലായിരുന്നായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഔട്ട്ലുക്കൊക്കെ കിട്ടി തുടങ്ങുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ള ഫെമിനൈൻ എനർജീസിന്. സോ ഇതിൽ ആ ഒരു പേർജിങ് വരുമ്പോൾ, ആ ഒരു അൺഹീൽഡ് വേർഷൻ വരുമ്പോൾ അതിനെ റിലീസ് ചെയ്യുക, ഫീൽ ഉള്ളതല്ലാതെ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ അത് പതുക്കെ ഗോ ത്രൂ ആവുക. ഇവിടെ ഗ്രൗണ്ടിങ് എന്നും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ഹെവിനെസ് വരുന്ന ഫെമിനൈൻ എനർജീസ് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിങ്ങിൻ്റെ മെഡിറ്റേഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ യൂട്യൂബിൽ, ഈ ചാനലിലും കിടപ്പുണ്ട്. ആവശ്യമുള്ളവർ അത് റെസിനേറ്റ് ആവുന്നവർ അതെടുത്ത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും മെഡിറ്റേഷൻസ്
അതല്ലാതെ കുറച്ച് നേച്ചറിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ടും. വളരെ പെയിൻഫുള്ളായിട്ടുള്ള പല സിറ്റുവേഷൻസും നമ്മളുടെ മുമ്പിൽ വരാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനെ ഒന്ന് ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾക്കത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം നമ്മളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് 40-60% അല്ലെങ്കിൽ ഒരു 70% വരെ ഹീലായിട്ടുള്ള ഫെമിനൈൻ എനർജീൻ്റെ എനർജി അപ്ഡേറ്റ് പറയാം. ഇവിടെ ഇവർ ഓൾമോസ്റ്റ് ഹീൽ ആയിട്ട് അവരുടെ ഒരു ഇന്നർ DM ആൻഡ് DFനെ ബാലൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലൊക്കെ വന്നിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ബാലൻസ് ആയിട്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാർമിക് കണക്ഷൻസ് അല്ലെങ്കിൽ എനർജറ്റിക്കലി കർമ്മ റിലേറ്റഡ് എന്തെങ്കിലും ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് നന്നായിട്ട് ട്രിഗേഴ്സ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ട്രിഗേഴ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവർക്കൊരു സ്ട്രക്ക് എനർജി പലപ്പോഴും ഈ ജേർണിയിൽ ഫീൽ ആവുന്നതാണ്. അതായത് പിന്നെയും ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ വരുന്നതാണ്, ഇങ്ങനെ ഒരു ജേർണി ഉണ്ടോ, ഇവർ ശരിക്കും എൻ്റെ കൗണ്ടർ പാർട്ടാണോ എന്നൊക്കെ ഒരു ഡൗട്ട് പലപ്പോഴും ഇവർക്ക് തോന്നാവുന്നതാണ്. അതേപോലെ തന്നെ ലൈഫ് പർപ്പസ് വരെയൊക്കെ എത്തി നിൽക്കുമെങ്കിലും ആ ഒരു ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് നമ്മളുടെ മുമ്പിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, എന്നാൽ അവിടേക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം കൂടുതലായിട്ടും കാണും ഇവർക്ക്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു തോട്ട് പാറ്റേണെയാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ എന്താണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്യുക. ഇവിടെ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇന്നർ വർക്ക് തീർച്ചയായിട്ടും ചെയ്യണം. ഈ ഒരു സമയത്ത് ഈ ഒരു എനർജിയിൽ നിൽക്കുന്നവർ ഗ്രൗണ്ടിങ് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഫിസിക്കൽ പെയിൻ, കാരണം ഇങ്ങനെ അതായത് 70% വരെയൊക്കെ ഹീലായിട്ടുള്ള ഫെമിനൈൻ എനർജീസിലും പേർജിങ് നടക്കുന്നുണ്ട്. പിന്നെയും ബോഡി പെയിൻസ്, അതായത് ഷോൾഡർ തൊട്ട് ലോവർ ബാക്ക് വരെ പെയിൻ അനുഭവപ്പെടുന്നതായിരിക്കും. പിന്നെ ഇവരുടെ ത്രോട്ട് ചക്രയിലൊക്കെ നല്ല പെയിൻ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫിസിക്കൽ ഇഷ്യൂസിനെയും ഫേസ് ചെയ്യാനായിട്ടും ഒക്കെയും, കാരണം ആ ഒരു സ്റ്റക്ക് എനർജി നമ്മളുടെ ഫിസിക്കൽ ബോഡിയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. കൂടുതലായിട്ട് വാട്ടർ ഇൻടേക്കിൻ്റെ ഒരു ഇത് കൂട്ടുക. ഇവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ കൗണ്ടർ പാർട്ട്, അതായത് മസ്കുലൈൻ എനർജീനെ മിസ് ചെയ്യുന്നവരായിരിക്കാം ഈ ഒരു സമയം. ഒരു കരച്ചിൽ, ഭയങ്കരമായിട്ട് പേർജിങ് നടക്കുന്ന ഒരു സമയം. പഴയ പാസ്റ്റ് മെമ്മറീസ് ഏതാണോ ഉള്ളത്, നമ്മൾ അതിനെ ലെറ്റ് ഗോ ചെയ്തു എന്ന് വിചാരിക്കുന്ന ആ ഒരു മെമ്മറീസ് പിന്നെയും സർഫേസിൽ വരുന്നുണ്ടായിരിക്കാം. ഇതൊക്കെയും നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജി നിങ്ങൾ പിക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിനെ ലെറ്റ് ഗോ ചെയ്യുക. പിന്നെയും സ്വയം തന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൂടുതലായിട്ടും മൈൻഡും കൊണ്ട് ആലോചിച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് ആങ്സൈറ്റി ഇഷ്യൂസിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സോ എപ്പോഴൊക്കെയാണോ ഫ്യൂച്ചറിനെ കുറിച്ചൊരു പേടി വരുന്നത്, അതിനെയും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അടുത്തതായിട്ട് ഓൾമോസ്റ്റ് ഹീലായി, അതായത് ഈ 70-90% ഹീലായിട്ട് ഉള്ള ഫെമിനൈൻ എനർജീസിൻ്റെ എനർജി അപ്ഡേറ്റ് തരാം. ഇവർ ടോട്ടലി സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കും. തങ്ങളുടെ സെൽഫ് ഗോൾസിൽ വളരെയധികം ഹാർഡ് വർക്കൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ ഇവിടെയും എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ, അതായത് ക്ലിയറൻസിനായിട്ട് അൺഹീൽഡ് പാർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പാർട്ടിൻ്റെ പേർജിങ് നടക്കുന്ന ഒരു സമയമാണ്. അത് യൂണിവേഴ്സായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരു ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഇന്നർ പീസ് ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ലോ എനർജിയിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ആവുന്നതാണ്. ഇവിടെ ഇവരുടെ ലൈഫിൽ ഒരു ടോട്ടലി ഒരു ക്ലിയറൻസ് ഒക്കെ, അതായത് അവർ ഓൾമോസ്റ്റ് ഹീൽ ആയതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫൊക്കെ ആയിരിക്കാം. എന്നാൽ വളരെ പെട്ടെന്ന് ഇവിടെ അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജി പിക്ക് ചെയ്തിട്ട് ലോയിലേക്ക് പോകുന്ന പോലെ തോന്നി, കരച്ചിലൊക്കെ വന്ന് പിന്നെയും വളരെ പെട്ടെന്ന് തന്നെ ഒരു പീസിൻ്റെ എനർജിയിലേക്ക് വരുന്നവരായിരിക്കാം ഫെമിനൈൻ എനർജി. ഇവർക്ക് അതുവരെ
വാല്യൂ കൊടുക്കാത്തടത്ത്, റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയും ഒരു അപ്രീസിയേഷനും ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റൊക്കെ കിട്ടിത്തുടങ്ങിയിരിക്കാം. അല്ലെങ്കിൽ കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു 5-5 പോർട്ടൽ എന്ന് പറയുന്നത്. ഇവരുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഇപ്പോൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. കാരണം ഹീലായി സോൾ പർപ്പസിലേക്കൊക്കെ വന്നത് കൊണ്ട് തന്നെ അവരൊരു ഹയർ ഡയമെൻഷൻസിലേക്ക് അവരുടെ അവയർനെസ്സിനെ അല്ലെങ്കിൽ അവരുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് പെട്ടെന്ന് അൺലോക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് ഈ ഇത്രയും ഹീലായിട്ടുള്ള ഫെമിനൈൻ എനർജീസിന്. ഇവരുടെ മസ്കുലൈൻ എനർജീസും അവേക്കനിങ് ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത്, അതായത് ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ വന്നിട്ട് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അതായത് ഈ ജേർണീനെ അക്സെപ്റ്റ് ചെയ്യുകയും അവർ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, കാരണം സൊല്യൂഷൻ എന്താണെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കും അവർ. അവരുടെയും ഓൾഡ് ബിലീഫിനെയൊക്കെയും യൂണിവേഴ്സായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജറ്റിക് ഫീൽഡിലുള്ള വ്യത്യാസം പലപ്പോഴും ഈ ഡിവൈൻ ഫെമിനൈൻസിന് ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയും ഹീലായ ഫെമിനൈൻ എനർജീസിനോ അവരുടെ കൗണ്ടർ പാർട്ടിനോടുള്ള ആ ഒരു ടെലിപ്പത്തിക് കണക്ഷൻ നന്നായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു സമയമാണിത്. സോ ഈ ഒരു എനർജി റെസിനേറ്റ് ആവുന്നവരുടെ പെർമനൻറ്റ് റിയൂണിയൻ പ്രോബബ്ലി ജൂലൈൻ്റെ അകം നടക്കുന്നുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെയും പിന്നെയും സെൽഫ് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് യൂണിയൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യാതിരുന്നാൽ മാത്രമേ അത് നടക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ ജേർണീൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ, ഡിവൈനുമായിട്ട് നന്നായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ, ഇത്രയും ഈ ഒരു സ്റ്റേജിലെത്തിയ ഫെമിനൈൻ എനർജീസിന് എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഡൗട്ട് വന്നാൽ മെഡിറ്റേഷനിലൂടെ അതിന് ഉള്ള ആൻസർ സ്വയം കണ്ടെത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.